Industries of Kerala. Structure of industries. The industries of Kerala may be broadly classified into three groups, namely traditional industries, small-scale industries, and medium and large-scale industries. The traditional industries of the state include coir, cashew nuts, handloom, handicrafts, beedi, sericulture, etc., which do not apply modern technology. Generally speaking, the small-scale industries occupy an important place in the industrial sector of the state. Some of the most important small-scale industries in Kerala are timber, chemical products, food products, metallic products, rubber and plastic products, etc. It is in the field of large-scale industries that Kerala stands very backward. The state has large industry units in the public sector, and some of them are FACT, HMT, IRE, Minerals and Metals, Travancore Titanium Products, TCC, Travancore Rubber Works, and so on. The performance of these industries is not very encouraging. കേരളത്തിന്റെ വ്യവസായ ഘടനയെ കുറിച്ച് പറഞ്ഞാൽ കേരളത്തിലെ ഇൻഡസ്ട്രീസ് നമുക്ക് മൂന്ന് ഗ്രൂപ്പായിട്ട് തിരിക്കാം. പരമ്പരാഗത വ്യവസായമെന്നും ചെറുകിട വ്യവസായമെന്നും പിന്നെ എന്താണ് മീഡിയം ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസ്. അപ്പോൾ പരമ്പരാഗത വ്യവസായങ്ങൾ എന്ന് പറയുന്നതിൽ പ്രധാനമായി വരുന്നത് കയർ, കാഷ്യൂ നട്ട്സ്, ഹാൻഡ്ലൂം, ഹാൻഡിക്രാഫ്റ്റ്, ബീഡി, സെറികൾച്ചർ ഇതൊക്കെയാണ് വരുന്നത്. ഇവയൊന്നും കാര്യമായ ആധുനികമായ ടെക്നോളജി ഒന്നും അപ്ലൈ ചെയ്യുന്നില്ല. പൊതുവെ പറയുകയാണെങ്കിൽ നമ്മുടെ കേരളത്തിലെ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്നുണ്ട് നമ്മുടെ വ്യവസായ മേഖലയിൽ. ആ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിൽ എടുത്തു പറയേണ്ടത് നമ്മുടെ മരം, അതുപോലെ കെമിക്കൽ പ്രൊഡക്ട്സ്, ഫുഡ് പ്രൊഡക്ട്സ്, മെറ്റലിക് പ്രൊഡക്ട്സ് ഒക്കെയാണ് വരുന്നത്. അതുപോലെ റബ്ബർ, പ്ലാസ്റ്റിക് പ്രൊഡക്ട്സ് ഇതൊക്കെ അതിൽപ്പെട്ടതാണ്. സോ ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസിന്റെ കേസിൽ കേരളം എന്താണ് വളരെ ബാക്ക്വേർഡ് ആണ്. പബ്ലിക് സെക്ടറിലാണ് പ്രധാനമായും വൻകിട യൂണിറ്റുകൾ ഉള്ളത്. പ്രത്യേകിച്ച് ഫാക്ട് പോലെ, HMT പോലെ, IRE പോലെ, മിനറൽസ് ആൻഡ് മെറ്റൽസ്, അതുപോലെ തന്നെ ട്രാവൻകൂർ ടൈറ്റാനിയം പ്രൊഡക്ട്സ്, TCC, ട്രാവൻകൂർ റബ്ബർ വർക്ക്സ് ഇവയൊക്കെ അതിൽപ്പെട്ട പ്രധാനപ്പെട്ട പൊതുമേഖലാ സ്ഥാപനങ്ങളാണ്. പക്ഷെ ഇവയുടെയൊക്കെ പെർഫോമൻസ് അത്ര വലിയ ഗുണകരമല്ല, അല്ലെങ്കിൽ അത്ര ആത്മവിശ്വാസം നൽകുന്ന ഒന്നല്ല എന്ന് പറഞ്ഞാൽ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ കാണുന്നത് ട്രഡീഷണൽ ഇൻഡസ്ട്രീസ് ഓഫ് കേരളയിലേക്ക് വരാം നമുക്ക്. The important traditional industries of Kerala are coir, cashew, handicraft, Gadi and village industries, beedi industry, and sericulture. It is estimated that traditional industries employ about 13 lakh persons in various parts of the state. സ്വാഭാവികമായി നമ്മുടെ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട പരമ്പരാഗത വ്യവസായങ്ങളെ കുറിച്ച് പറയുമ്പോൾ പ്രത്യേകിച്ച് കയർ, കശുവണ്ടി, കൈത്തറി, ഖാദി, അതുപോലെ വില്ലേജ് ഇൻഡസ്ട്രീസ്, ബീഡി, സെറികൾച്ചർ ഇതിൽ പ്രധാനപ്പെട്ടതാണ്. ഏകദേശം 13 ലക്ഷത്തോളം ആളുകളാണ് നമ്മുടെ കേരളത്തിലെ വിവിധ ഭാഗങ്ങളിലായി ഇങ്ങനത്തെ പരമ്പരാഗത വ്യവസായങ്ങൾ ജോലി ചെയ്യുന്നതാണ് കണക്ക്. അതിൽ നമുക്ക് കയർ ഇൻഡസ്ട്രിയിലേക്ക് വരാം. It is primarily a cottage industry, though some factories employ wooden looms worked by manual labor. സ്വാഭാവികമായും ഇതൊരു കോട്ടേജ് ഇൻഡസ്ട്രിയിൽ വരുന്നതാണ്, കുടിൽവ്യവസായമാണ്. ചിലർക്ക് എന്താണ് സ്വാഭാവികമായും വുഡൻ ലൂംസ് ആണ് ഇവിടെ കാര്യമായിട്ട് ഉപയോഗിക്കുന്നത്. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എന്താണ് ഇറ്റ് ഈസ് ദ ലാർജസ്റ്റ് ട്രഡീഷണൽ ഇൻഡസ്ട്രി ഓഫ് കേരള. പരമ്പരാഗത വ്യവസായങ്ങൾ ഏറ്റവും വലുത് കയർ ഇൻഡസ്ട്രി തന്നെയാണ്. The industry provides direct employment to about 3.83 lakhs of people in Kerala and hence plays a vital role in the state economy. ഏകദേശം 3,83,000 ആളുകൾക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു മേഖലയായതുകൊണ്ട് തന്നെ കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയിൽ വളരെ പ്രധാനപ്പെട്ട പങ്കാണ് കയർ ഇൻഡസ്ട്രി വഹിക്കുന്നത്. The industry is essentially export oriented. More than 90% of the total production of kaya goods in India comes from Kerala. ഇത് പ്രധാനമായും കയറ്റുമതി ലക്ഷ്യമിട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ്. ഇന്ത്യയിലെ കയറിന്റെ ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി 90% കേരളമാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. The industry is distributed along the populated coastal areas of the country. നമ്മുടെ തീരപ്രദേശങ്ങളാണ് ഈ ഇൻഡസ്ട്രി മുഖ്യമായും കേന്ദ്രീകരിച്ചിരിക്കുന്നത്. Its main center is ആലപ്പുഴയാണ് പ്രധാനപ്പെട്ട സെന്റർ. Kaya industry is of crucial importance to the producing countries as a source of employment and become particularly in the relatively backward region. നമുക്കറിയാം, തീർച്ചയായും കയർ ഇൻഡസ്ട്രി വളരെ പ്രധാനപ്പെട്ട ഇൻഡസ്ട്രിയാണ്. തൊഴിൽ കൊടുക്കുന്നതിലായാലും പ്രത്യേകിച്ച് അതുപോലെ തന്നെ പിന്നോക്ക മേഖലയുടെ
വളർച്ചയിലൊക്കെ നിർണായകമായ പങ്ക് വഹിക്കുന്നതാണ് കയർ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. Let us find out what are the important problems faced by this industry. ഈ ഇൻഡസ്ട്രി നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളികൾ എന്തെല്ലാമാണെന്ന് നോക്കാം, എന്തെല്ലാം പ്രശ്നങ്ങളൊക്കെയാണെന്ന് ആക്കി നമുക്ക് നോക്കാം. ഒന്ന്, ഷോർട്ടേജ് ഓഫ് റോ മെറ്റീരിയൽസ് ആണ്. Not only there is a shortage of coconut husk, but its price is also very high. നമുക്കറിയാം, ഈ ചകിരി തുണ്ട്, തേങ്ങ തുണ്ട്, അത് ലഭ്യത കുറവാണെന്ന് മാത്രമല്ല അതിന്റെ പലപ്പോഴും അതിന്റെ വിലയും വളരെ കൂടുതലാണ്. മറ്റൊന്ന്, ഇനാഡിക്വസി ഫിനാൻസ്. Finance is not available in required quantity at the low rate of interest. ആവശ്യമായ ധനസഹായം കുറഞ്ഞ പലിശയിലുള്ള കടം ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ കുറവാണ്. Then the competition from synthetic fibers. The kayar industry is facing not only competition from other countries, but also the industry is also facing serious competition from synthetic fibers. This has reduced the demand for kayar products in the house and foreign markets. സ്വാഭാവികമായും കേരളത്തിലുള്ള ഈ കയർ മേഖല നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളി മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളുടെ വെല്ലുവിളി മാത്രമല്ല, മറിച്ച് സിന്തറ്റിക് ആയിട്ടുള്ള ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഫൈബേഴ്സ് എന്നുള്ള കോമ്പറ്റീഷൻ നേരിടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കയറിന്റെ നമ്മുടെ രാജ്യത്തുള്ള അതുപോലെ വിദേശത്തുള്ള ഡിമാൻഡ് വളരെയധികം കുറഞ്ഞിട്ടുണ്ടെന്നും പറയാൻ കഴിയും. മറ്റൊന്ന്, ഇനാഡിക്വേറ്റ് മാർക്കറ്റിംഗ് ഫെസിലിറ്റീസ് ആണ്. Because of the inadequate marketing facilities, it is not possible to sell the entire output manufactured. This has resulted in accumulation of stocks and consequent employment. സ്വാഭാവികമായും ഉൽപ്പന്നങ്ങൾക്ക് ആവശ്യമായ മാർക്കറ്റിംഗ് കണ്ടെത്താൻ പറ്റുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഘടകം. കാരണം ഉൽപ്പാദിപ്പിച്ച ഉൽപ്പന്നങ്ങൾക്ക് ആവശ്യമായ മാർക്കറ്റ് നമുക്ക് കണ്ടെത്താൻ പറ്റുന്നില്ല എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അത് ഈ വ്യവസായത്തിന് പിന്നോക്കാവസ്ഥയ്ക്ക് അത് കാരണമായിട്ടുണ്ട്. അടുത്ത, ഹയർ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ആണ്. ദിസ് ഹാസ് റിസൾട്ടഡ് ഇൻ ഹൈ പ്രൈസസ് ഫോർ ദി കയർ പ്രൊഡക്ട്സ് ആൻഡ് ഡിക്ലൈൻ ഇൻ ദി ക്വാളിറ്റി ഓഫ് ദി പ്രൊഡക്റ്റ്. അപ്പോൾ ഉൽപ്പാദന ചെലവ് വളരെ കൂടുതലാണ്, ലേബർ ചാർജ് വളരെ കൂടുതലാണ്, അതുകൊണ്ട് തന്നെ ഉൽപ്പന്നങ്ങളുടെ വിലയും വളരെ കൂടുതലാണ്. അതോടൊപ്പം തന്നെ അതിന്റെ ക്വാളിറ്റി കുറയാനും ഇത് കാരണമായിട്ടുണ്ട്. അത് ഉൽപ്പന്നത്തിന്റെ വിൽപ്പനയെ പ്രതികൂലമായി ബാധിക്കും. ബട്ട് ദി ഇഗ്നോറൻസ് ഓഫ് ദി വർക്കേഴ്സ്. The workers engaged in the industry are ignorant and illiterate. Most of them are women. They are paid very low wages. They also work under unfavorable working conditions. The working conditions is very poor. അവരുടെ ഒന്നാമതേ വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുകളാണ്, ഇഗ്നറന്റ് ആണ്, അക്ഷരജ്ഞാനമില്ലാത്തവരാണ്. മാത്രമല്ല അവരുടെ വർക്കിംഗ് സാഹചര്യങ്ങൾ വളരെ അൺഫേവറബിൾ ആണ്, പതറ്റിക് കണ്ടീഷൻസ് ആണ്. നെക്സ്റ്റ്, റെമഡിയൽ മെഷേഴ്സ് ആണ്. ഇത് പരിഹരിക്കാനുള്ള മാർഗനിലമാണ്. A major measure advocated and implemented by the state to revitalize the kayar industry is the organization of workers into cooperatives. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നടപടി ഗവൺമെന്റ് ഭാഗത്തുണ്ടായ നടപടി എന്ന് പറഞ്ഞാൽ കോഓപ്പറേറ്റീവ്, സഹകരണ സംഘങ്ങൾ രൂപീകരിക്കുക എന്നുള്ളതാണ്. വർക്കേഴ്സിന്റെ, കയർ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട വർക്കേഴ്സിന്റെ സഹകരണ സംഘങ്ങൾ. കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ആൻഡ് കയർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ, കോയർഫെഡ് എന്ന് പറയും, is the apex organization which undertakes the marketing of kayar products. മറ്റൊന്ന്, കയർഫെഡിന്റെ സ്ഥാപനമാണ്. അത് കയർ ഉൽപ്പന്നങ്ങൾ വിൽപ്പനയുമായി ബന്ധപ്പെട്ട മാർക്കറ്റിംഗിന് അവർ സഹായിക്കുന്നുണ്ട്. In order to increase the sale of kayar products, the government has introduced the system of giving 20% rebate to the buyers. അതുപോലെ കയർ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നതിന് വേണ്ടി 20% റിബേറ്റ് ഗവൺമെന്റ് നൽകുന്നു ബയേഴ്സിന്. അത് കാരണം ആളുകളെ സംബന്ധിച്ച് അത് മേടിക്കാനായിട്ട് പ്രേരിപ്പിക്കും. To make available coconut husk at reasonable prices to the cooperative sector, the government implemented the 3-point levy system since May 1988. അതായത് 88 മെയ്ക്ക് ശേഷം ഗവൺമെന്റ് ഈ പറയുന്ന ചകിരി ലഭ്യമാക്കാനുള്ള നടപടികൾ ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുണ്ട്. The Kayar board is set up by the government to promote the development of the kayar industry. കയർ ബോർഡിന്റെ സ്ഥാപനം അത് തന്നെ കയർ വ്യവസായത്തിൽ വലിയൊരു മുതൽക്കൂട്ടായിട്ടുണ്ട്. The National Kayar Trading and Design Center at ആലപ്പുഴയിലെ കയർ നാഷണൽ കയർ ട്രേഡിംഗ് ആൻഡ് ഡിസൈൻ സെന്റർ ഉണ്ട്. അതുപോലെ സെൻട്രൽ കയർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് കലവൂരിൽ ഉള്ളത്. ഇതൊക്കെ എന്താണ്, these all are carrying on research in various aspects of kayar extraction, processing, design and manufacture. കയർ അതിന്റെ ഉൽപാദനവുമായി ബന്ധപ്പെട്ട, ഡിസൈനുമായി ബന്ധപ്പെട്ട മേഖലകളിൽ സഹായിക്കാനുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ഇതൊക്കെ. ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളുടെ സെറ്റപ്പ് ചെയ്തതോടുകൂടി, സ്ഥാപിക്കപ്പെട്ടതോടുകൂടി അത് കയർ ഇൻഡസ്ട്രി ഒരു പരിധിവരെയൊക്കെ
അവരുടെ പ്രശ്നങ്ങളിൽ നിന്ന് കരകയറാൻ സഹായിച്ചിട്ടുണ്ടെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും.